റമളാനിന്റെ നോമ്പിന് ആകെ 2 ഫർളല്ലേ ഉള്ളത്. ഒന്നാമത്തത് എന്താണ്? നിയ്യത്ത് വെക്കല. രണ്ടാമത്തെ ഫർളോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കല. നോമ്പിന്റെ ഒരു പ്രത്യേകത, ചെയ്യാനൊന്നുമില്ല. നോമ്പാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യാതെന്നാ മതി, നിയ്യത്തുണ്ടായാൽ മതി. നിയ്യത്ത് നവൈത്തു സോമോഗതി, ഞാൻ നാളെ നോമ്പെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ആരാത് പറയണത്? കൽബാണ് അല്ലെ. നവൈത്തു, ഞാൻ കരുതാനാരാ? കൽബ് കരുതുക. ശരീരത്തിന്റെ നേതൃത്വമാണ് ഹൃദയം. ആ ഹൃദയം കൊണ്ട് തീരുമാനിക്കാണ് ഞാൻ നാളെ നോമ്പെടുക്കാണ് എന്ന് പറഞ്ഞാൽ നോമ്പുകാരന് നിഷിദ്ധമായ എല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതെന്റെ ദൈനംദിന ജീവിതത്തിലെ പതിവ് പ്രവർത്തനങ്ങൾ പോലും ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇപ്പൊ സാധാരണഗതിയിൽ നമുക്ക് നേരം വെളുത്താൽ ടോയ്ലറ്റിലേക്ക് പോകണമെങ്കിൽ ചില ആളുകൾക്കെങ്കിലും എന്താവശ്യമുണ്ട്? ഇപ്പോഴും കയ്യിലൊരു ചൂട്ട് വേണം അല്ലെ. ഈ ചൂട്ടില്ലാതെ അങ്ങോട്ട് പോയാൽ ഒച്ചപ്പാടുണ്ടാകുന്നല്ലാതെ വേറൊന്നും നടക്കില്ല. വേറെ ചിലർക്ക് അതല്ല, കുറച്ച് അടക്കി പറ്റിലും പോലെ കുട കുത്തിച്ചിച്ച് അത് തൊള്ളയിലിട്ട് ആ ചുമരൊക്കെ ചോപ്പിച്ചെങ്കിലേ അവർക്കൊരു റാഹത്ത് കിട്ടും. മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, ഒരു ഡപ്പ പൊട്ടിച്ചിട്ട് കയ്യിൽ ഒരു മൂക്കിന്റെ ഓട്ടം അടച്ചിട്ട് 2 വലിയടിച്ചണ്ട് തുമ്മലും തുമ്മിയാട് പോയാൽ റാഹത്തായി. കുറച്ചാൾക്കാർക്ക് 2 ഗ്ലാസ് വെള്ളം കുടിച്ചാലും റെഡിയാണ്. ഇതൊക്കെ ദൈനംദിന ശീലങ്ങളാണ്. അതൊക്കെ ഹറാമോ മറ്റോ ആയുധമെന്നെല്ലാം പറയണത് നമ്മളെ ശീലങ്ങളാണ്. പക്ഷെ നോമ്പ് കാലത്ത് നമ്മൾ തീരുമാനിക്കാൻ ഞാൻ നാളെ നോമ്പെടുക്കാണ്. നമ്മളെ വയറ് പറയോ വെള്ളം ചുടുവെള്ളം വേണ്ട അല്ലെ, ചുണ്ട് പറയും ബീഡി വേണ്ട, വെറ്റില വേണ്ട, അതൊന്നുമില്ലാതെ തന്നെ വേസ്റ്റ് തള്ളാൻ ആര് റെഡിയാണ്? വയറ് റെഡിയാണ്. ആരാ തീരുമാനിച്ചത്? കൽബാണ്. കൽബിന്റെ ഉറച്ച നിലപാടുണ്ടായാൽ നമ്മളെ എല്ലാ ശീലങ്ങളെയും മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് 7 കിട്ടണം, 2 കുറ്റി പുട്ടും 1 ഗ്ലാസ് ചായയും മറ്റൊക്കെ കിട്ടണ്ടേ? അത് കിട്ടാതെ പീടി ഉറക്കാൻ കഴിയോ? കൈക്കോട്ട് എടുക്കാൻ പറ്റുമോ? ഒരു പണിക്കും പറ്റൂല. രാവിലത്തെ നാസ്ത കഴിക്കാതെ എന്ത് പണിന്നാ? കഴിയൂല നമുക്ക്. ഒരു 10 മണിയാകുമ്പോൾ കായക്കറിയും കഞ്ഞി കുടിക്കണ ശീലമുള്ള ഒരു ടീം വേറെ ഉണ്ട്. ചോറ് 1:30ന്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ കാണുന്നവരോടൊക്കെ പറയും ചോറ് നിട്ടില്ല. റമദാൻ അല്ലെങ്കിൽ അസർ നിസ്കരിച്ചാ കുടുങ്ങി കട്ടൻ ചായ നിർബന്ധം. നിസ്കരിച്ചില്ലേ കുറച്ചും കൂടി അവിടെ പോകും. നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടും. അതൊക്കെ ശീലങ്ങളാ. പക്ഷേ നോമ്പുകാരന് അള്ള തരുന്ന പരിശീലനം എന്താ? കൽബോണ്ട് നിങ്ങൾ തീരുമാനിച്ചോ ആ എന്തും മാറ്റാം. അപ്പൊ ഏത് ദുശീലങ്ങളും മാറ്റാം എന്നാണ് ഇതിന്റെ അർത്ഥം. നല്ല ശീലങ്ങളോ അതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം. റമദാനിലാണല്ലോ സുബഹിന്റെ ജമാഅത്തിന് എത്ര ആളാ റമദാനിലാണത് അല്ലേ? അത് നടക്കും. നമുക്ക് തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുമോ? പറ്റും. അതല്ലേ നമ്മളെല്ലാരും എഴുന്നേൽക്കില്ല അത്താഴത്തിന്. അപ്പൊ വിചാരിച്ചാൽ നടക്കും. അതിന് കൽബ് കൊണ്ട് തീരുമാനിക്കണം. ആ തീരുമാനം ഒരു ദിവസം മാത്രം തീരുമാനിച്ചാ പോരാ, കുറെ ദിവസം നീണ്ട പരിശീലനം കൂടി വേണം. അല്ലെങ്കിൽ പണ്ടൊരാൾ വീഡിയോയിൽ നിർത്തിയമാതിരി ഉണ്ടായ അയാള് ജനുവരി 1 പറഞ്ഞു ഞാൻ ഇനി വീഡിയോ വലിക്കൂലാന്ന് ഒരു കൊള്ളി മുറിച്ചു. അയാൾ പിന്നെ വീഡിയോ ചെന്നാൽ ഞങ്ങള് ജനുവരി 2 കാരണം അതത്രേ ഉണ്ടാവുള്ളൂ. ട്രെയിനിങ് പരിശീലനം കാണും. 1 മാസം ഇങ്ങനെ പോകണം. 1 മാസം ഇങ്ങനെ പോയാൽ നടക്കും. ഇപ്പൊ നിങ്ങൾ നോക്കി, നമ്മള് ഒരു ചുരുങ്ങിയത് 14-15 മണിക്കൂർ വീഡിയോയിൽ നിർത്തുകയാണ് റമദാനില് അല്ലേ? കാരണം സുബൈ മുതൽ മഗ്‌രിബ് വരെ വരുമ്പോൾ ഒരു 14 മണിക്കൂർ എന്തായാലും ഉണ്ടാവും. പിന്നെ ബാക്കി 10 മണിക്കൂറല്ലേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചാൽ ആ 10 മണിക്കൂർ നമുക്ക് നിർത്തിവെച്ചൂടെ? അതിന് വിചാരിക്കണ്ട. വിചാരിച്ചെന്താ? സിഗരറ്റും പാക്കുമ്പോൾ നോക്കി പറയാം നിക്കവിടെ മരിബാങ്ക് കൊടുക്കട്ടെ എന്നാ. എന്നിട്ട് പകലത്ത് ഫുള്ള് ഇയാൾ കലാവ് വിട്ടാണ്. 1 മറ്റോ പിടിപ്പിച്ചിട്ട് എന്നെങ്ങനെ അവിടെ വിട്ടിയ. സാധാരണ വിൽക്കാൻ ഞാൻ പറ്റൂല ഞാൻ അവിടെ വിൽക്കാണ്. ഇതെങ്ങാനും നിങ്ങൾ 1 മാസം ട്രെയിനിങ് ചെയ്തു നോക്കി. റമളാൻ കഴിഞ്ഞ് ശവ്വാൽ പിറക്കുമ്പോൾ പുതിയൊരു മനുഷ്യനാ. നമ്മളാ കൊരയും ഒച്ചപ്പാടൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഇപ്പം പല ആൾക്കാരും വീട്ടിലൊന്നും പിന്നെ ഒന്നിനും പോറ്റേണ്ട ആവശ്യമില്ല. കള്ളം വരുന്നതിനൊക്കെ നായനെ പോറ്റണമല്ലോ. അതിനൊന്നും വേണ്ട. വീഡിയോ കളിക്കണമല്ലുണ്ടായാൽ പാതിർക്ക് ഇങ്ങനെ ചെമ്പാനിമ കൊട്ടണമായിട്ടുള്ള ഒച്ച അങ്ങനെ കേൾക്കാം. എൻ്റെ ജ്യേഷ്ഠനൊക്കെ വരക്കണേ ഞാൻ കേൾക്കലുണ്ട്. പിന്നെ വേറെ ഒന്നിനും പോറ്റണ്ട, അയാതി കൊര വരക്കും. ഇത് അപകടം എല്ലാവർക്കും അറിയണതാണ്. പക്ഷെ നമുക്ക് മാറാൻ മനസ്സുണ്ടോ? ഇതടക്കം ഒരു വലിയൊരു ഹറാമായ സംഗതി നിങ്ങൾക്ക് പറയല്ല. നമുക്ക് അപകടകരമായ എന്തും നമ്മൾ കൽബോണ്ട് തീരുമാനിച്ചാൽ മാറ്റാൻ പറ്റും. അതാണ് റമളാൻ നമുക്ക് തരാൻ പോകുന്ന ട്രെയിനിങ്.